വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായ്സ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ നാളായി ഈ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഗായ്സ്. പിന്നെന്തൊക്കെയുണ്ട് വിശേഷം ഗായ്സ്? എനിക്ക് പിന്നെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഫോൺ പന്നലൊക്കെ ആയി പോയായിരുന്നു ഗായ്സ്. അതാണ് ഇതുവരെ വീഡിയോ ഇടാൻ. ഇപ്പം എങ്ങനെയുണ്ട് എൻ്റെ അക്കൗണ്ടൊക്കെ ഗായ്സ്? എനിക്ക് റോഡറിയൊക്കെ കിട്ടിയായിരുന്നു ആനിവേഴ്സറി ഇവൻറ്റിൽ നിന്ന്. ഇപ്പോഴത്തെ ഇവൻറ്റ് ഒരു ലാക്കും ഇല്ല. ആകെ ഒരു ലെഫ്റ്റ് ബാക്കിനെ മാത്രം 200 ഷാട്ട് മേടിച്ചു. കാർലോസ് പുയോളിനെ സ്റ്റാർ സ്കൗട്ടിൽ നിന്ന് കിട്ടിയതാണ് ഗൈസ്. പിന്നെ ഡിപ്പേ നമ്മൾ ഇതെടുത്തു. ഡിപ്പേ നെതർലാൻഡ് ഇവൻറ്റിൽ നിന്ന് എടുത്തു. വാണ്ടേക്കിനെ മണിക്ക് എടുത്തു. ഈ വാണ്ടേക്കിനെ അൽമടെ മാറ്റിയേ പറ്റൂ. അത് രണ്ടും 110ൻ്റെ ബേസ്. പിന്നെ എൻ്റെ റിസർവ് ഇത്ര പേരൊക്കെ വലിയ ആൾക്കാരൊന്നുമില്ല. ഇവൻ സെറ്റാണെന്നാണ് ഗൈസ് ഞാൻ കേട്ടത്. ഇവനെ സ്റ്റാർ സ്കൗട്ടിൽ നിന്ന് കേട്ടത് പ്രീമിയർ ലീഗിൻ്റെ 112 ഒഴിയാനുണ്ട്. 3 റാങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവനെയാണ് ഗൈസ് 200 ഷാട്ടിനെ എടുത്തത്. വർത്താണ് ഗൈസ്. CM നിൽക്കും, ക്യാമ് നിൽക്കും, ലെഫ്റ്റ് ബാക്ക് നിൽക്കും. നല്ല സാധനം തന്നെ ഗൈസ്. എനിക്ക് ആ വാണ്ടേക്കിനെ മതി. ഇനി ആ 200 ഷാട്ടിന് ഒരു സെൻറ്റർ ബാക്കിനെ കിട്ടുന്നുണ്ട്. അവനെയും കൂടെ മേടിച്ച് വെക്കണം. ഇത് ഗ്രാവിഡോൾ എന്തായിരുന്നു? മറ്റേ മാഞ്ചസ്റ്റർ സിറ്റിയുടെ സെൻറ്റർ ബാക്ക്. പിന്നെ ടോട്ടി വരികയാണ് ഗൈസ്. ഈ മാസം 16-ാം തീയതി കണ്ട് വരുന്നു ടോട്ടി. ഡെയിലി റിവാർഡ് 12-ാം തീയതി തൊട്ട് കണ്ട് തുടങ്ങും. 16-ാം തീയതി ടോട്ടി വരും ഗൈസ്. ഇപ്പം ഞാൻ ഈ കളിക്കാത്തത് കൊണ്ട് ഈ റാങ്ക് ഒന്നും വലുതായിട്ടൊന്നുമില്ല ഗൈസ്. FC ജാമിനൊക്കെ അടിച്ച ഗൈസ് കുറേ പ്രാവശ്യം. ഇപ്പം ഞാൻ കൊണ്ട് കുറേ നാൾ എടുക്കാമായിരുന്നു. ലെവൽ കുറേ താന്നു. ഞാൻ ലാസ്റ്റ് FC ജാമിന് അടിച്ചെന്നായിരുന്നു. ഏതോ ഒരു ഇവന്റിനായിരുന്നു. ഇപ്പം വലിയ ഈവൻ്റൊന്നും ഇല്ല ഗൈസ്. ഞാൻ ടോട്ടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഗൈസ്. കുറേ ജെംസൊക്കെ ശേഖരിക്കണമെന്ന് വിചാരിച്ചു ഗൈസ്, പക്ഷെ നടന്നില്ല. ഇത് വീക്ക് 3 ഞാൻ ഇതും കൂടെ ആയി ഈ ചാലഞ്ചിനകത്ത്. PL ഹാഫ് ഓഫ് ഫെയിമോ അങ്ങനെ കണ്ട് ഇതും കൂടെ കളിച്ച് അവനെ കിട്ടും. ഷാർട്സ് കിട്ടും ഗൈസ്. അല്ല ഒന്നിനുമല്ല ഞാൻ കളിക്കുന്നത്, വെറും ഷാർട്സിനാണ്. സോ ഗൈസ് എന്നാലും തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് എൻ്റെ ടീം. ഓപ്പോസിറ്റീവ് ടീം വലിയ ഗുണമൊന്നുമില്ല. നമുക്ക് ചുമ്മാ കളിക്കാം. ലാസ്റ്റ് മിനിറ്റ് നമുക്ക് ഗോൾ അടിച്ചിരിക്കാം. ഒരു ഗോളിയും കൊണ്ടൊക്കെ പോയി ചുമ്മാ ടൈം വേസ്റ്റ് ചെയ്യാം. ഇവരൊക്കെ തോൽപ്പിക്കാൻ എനിക്ക് 2 സെക്കൻഡ് മതി. മെലങ്കോവിക് സാവിക് ഗൈസ്. ചെറിയ എന്തൊരു ലാഗാവുന്നുണ്ട്. ഈ വീഡിയോ എടുക്കുന്നതും കൊണ്ടാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ സ്മൂത്ത് ഗൈസ്. ബെയിൽ അത്യാവശ്യം കുഴപ്പമില്ല. ഇന്നെന്താ സെമി പ്രോ ആണെന്ന് തോന്നുന്നു ഗൈസ് കണ്ടിട്ട്. ഞാൻ ചുമ്മാ സമയം കളയാം ഗൈസ്. ഇതൊക്കെ സിമ്പിള് ടീം. ബെയിൽ നടക്കുന്നില്ല ഗൈസ്. ഞാൻ യൂട്യൂബിലും കണ്ടായിരുന്നു ഇങ്ങനെന്തോ. ഏതോ ഷോർട്സിലും കണ്ടിട്ടുണ്ടായിരുന്നു. ചെയ്യാൻ നോക്കിയാൽ നടന്നില്ല. ഇച്ചിരി കയറി ആയിപ്പോയി ചെയ്തത്. ഗൈസ് വീര സെറ്റ് സാധനമാണ് ഗൈസ്. ഹെഡൊക്കെ അടിച്ചു കയറിക്കോളും, വിഷയമൊന്നുമില്ല. എൻ്റെ മിഡല്ല സെറ്റാ. വീര, റോഡ്രി, ഫെലാനി, ഇത് 3 നല്ല പ്ലെയേഴ്സാണ് ഗൈസ്. ഇവര് വലിയ കളിയാണല്ലോ. പക്ഷെ വെറുതെ ബാസ് കളിച്ചു, ഓഫ് സൈഡായി പോയി. എന്നിട്ടും കയറ്റിയില്ല. ഈ റോഡ്രി അങ്ങോട്ടാ ഈ പോസ്റ്റല്ല ഫുൾ അടിക്കുന്നത്. റോഡ്രി അങ്ങോട്ട് ഷൂട്ട് കുറവാണ്. റോഡ്രിക്ക് എന്തുവാന്ന് അറിയത്തില്ല. കാർലോസ് പുയോൾ, ബെയിൽ
നല്ല ലെഫ്റ്റ് ബാക്കാന്ന് തോന്നുന്നില്ല ഗൈസ്. ഓക്കെ, ബെയിൽ. ഗൈസ്, ഞാൻ ബെയിലിനെ ഫുൾ റാങ്ക് അപ്പ് ചെയ്തായിരുന്നു. അതുവരെ വലിയ കുഴപ്പമില്ലായിരുന്നു. ഫുൾ റാങ്ക് അപ്പ് ചെയ്തിട്ട് ഞാൻ സ്റ്റാറ്റ്സ് ഒക്കെ മാറ്റി ഈ സ്പീഡിൻ്റെ ഒക്കെ കൂടിയിട്ട് ഗൈസ്. ആദ്യം പിന്നെ ബെയിലിൻ്റെ ഷൂട്ട് അങ്ങോട്ട് പോരാ. അതുവരെ നല്ല ഷൂട്ടായിരുന്നു. ഇപ്പം ഷൂട്ട് അങ്ങോട്ട് പോരാ. സ്പേസ് ഒക്കെ ഉണ്ട്. ഫുൾ ഓഫ് സൈഡ് ആണല്ലോ ഗൈസ്. ഇതാ എനിക്ക് വിഷയം ഗൈസ്. ഒന്നേ മുട്ടയെ ഗോൾ അടിക്കണം, ഉടനെ വരണം. ഒരു ഷൂട്ട് അടിച്ചോട്ടെ, എവിടെയെങ്കിലും തരട്ടെ. ഗൈസ് ഡിപ്പേ സെറ്റാക്കി ഗൈസ്. നല്ല ഷൂട്ടിങ് ആണ് ഡിപ്പേ. ഫിസിക്കാലിറ്റിയും ഉണ്ട്. ബെയിൽ, ബെയിൽ, ബെയിൽ. ഓ ഇത്, ഓ അൽമഡയുടെ വോളി ഗൈസ്, ഗോൾ. അൽമഡയുടെ വോളി ബെയിലിൻ്റെ അസിസ്റ്റായിട്ട് കൂട്ടുമോ അതെനിക്കറിയത്തില്ല. ബെയിലിൻ്റെ ഫിന്നസ്, അൽമഡയുടെ വോളി. അൽമഡ സെറ്റ് വിങ്ങറാണ്. പക്ഷെ 110 അതുകൊണ്ട് അത് മാറ്റിയേ പറ്റൂ. മാറ്റാനുള്ള സമയമായി. 110 ഇപ്പം വെറും പായ്ക്ക് ചുമ്മാ കിട്ടും. ഗൈസ് 90+3 കളി ജയിക്കണം. ബെയിൽ, യെസ്, ഞാൻ പറഞ്ഞില്ല ഗൈസ്, 2 സെക്കൻഡ് മതി എനിക്ക് ഇവരെ തോൽപ്പിക്കാൻ. വെറുതെ ടൈം വേസ്റ്റിങ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കിനി 117 OVR ആവണമെന്നുണ്ട്. അതിനി കുറേ ബേസ് OVR ഒക്കെ കൂടണം ഗൈസ്. ഇച്ചിരി വിഷയമാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പുത്തനൊരു വീഡിയോ ഒക്കെ അടുത്ത ദിവസം കാണാം ഗൈസ്. ശരി, ടാറ്റാ, ബൈ ബൈ.